ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോണത് കടമക്കുടിയിലേക്കാണ് കേട്ടോ. പക്ഷെ ഞാനിന്ന് ഒറ്റക്കല്ല കടമക്കുടി പോണത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. അതിൽ 3 പേര് ഗുജറാത്തിൽ നിന്ന് വന്നവരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ബോട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് അറേഞ്ച് ചെയ്തേക്കണ ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അയാളവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ ബോട്ട് അടുപ്പിച്ചിട്ടും ഇങ്ങോട്ടേക്ക് ലൊക്കേഷൻ അയച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നടന്നു. ഈ ആദ്യം കാണുന്ന ബോട്ട് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തതാണ്, പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത്. പിന്നെ അടുത്ത ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നടന്നു പോയി കയറുന്ന ഈ ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതെന്ന് പറയുമ്പോൾ 10-12 പേർക്ക് പോകാൻ പറ്റിയ ബോട്ടാണ് കേട്ടോ. ഇത് ഓടിക്കുന്നതിനും ഇങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാരാണ് ഇത് ഓടിക്കണത്. അവർക്ക് അതിന് പ്രത്യേക ലൈസൻസൊക്കെ എടുക്കേണ്ടവരോ കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് കയറി. ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കയറിയത്. പിന്നെ അതിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളോട് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കടമക്കുടി കാണാനായിട്ട്. കടമക്കുടി എന്ന് പറയുന്നത് ഒരു ഐലൻഡ് അല്ല കേട്ടോ. അതെന്ന് പറയുന്നത് 14 ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്സ് ആണ്. അവിടെ ഈ അടുത്താണ് പല രീതിയിലുള്ള വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം തുടങ്ങിയേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇത് കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങിയിട്ട് അധികം കാലം ആയിട്ടില്ല. ഈ അടുത്ത് ആനന്ദ് മഹീന്ദ്ര ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കടമക്കുടി ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങിയത്. ആനന്ദ് മഹീന്ദ്ര വന്നിട്ട് ട്വീറ്റ് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ കടമക്കുടീനെ പറ്റി അറിയാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് കുറച്ച് പോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പോസ് എടുത്ത് വീഡിയോ ഉണ്ടാണ് കണ്ടത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിനും കുറേ ഐലൻഡുകൾ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ചീനവലയൊക്കെ കാണാൻ പറ്റും. പോണ വഴിക്കൊക്കെ കുറേ ചീനവലകൾ കാണാൻ പറ്റും. പിന്നെ ഈ ചെറിയ ബോട്ടിലിരുന്നിട്ടുള്ള റൈഡ് അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു നാച്ചുറൽ ഫീല് കിട്ടും. ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഈ കടമക്കുടി എന്ന് പറയുന്നത് ഒരു 14 ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കുറവാണ്. പാലങ്ങളൊക്കെ ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, പക്ഷെ എന്നാലും റോഡ് ട്രാൻസ്പോർട്ടേഷൻ കുറവാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവരിവിടെ വഞ്ചികളൊക്കെ ഓരോ വീട്ടിലുണ്ട് കേട്ടോ. വഞ്ചികൾ അല്ലെങ്കിൽ ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് എല്ലാ വീട്ടിലും കാണാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോൾ ശരിക്കും ബാക്ക് വാട്ടേഴ്സൊക്കെ ഏകദേശം കണ്ട് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അതിന് മുമ്പ് ഫുഡ് കഴിക്കാനുണ്ട്. ഈ കാണുന്നത് ഒരു വാട്ടർ ആംബുലൻസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വരുവാണെങ്കിൽ ഈ വാട്ടർ ആംബുലൻസിൽ കയറ്റിയായിരിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പോസിബിൾ ആക്കുന്നത്. കാരണം എന്താ വെച്ചാൽ റോഡ് കണക്ടിവിറ്റി പല സ്ഥലത്തേക്കും കുറവായിരിക്കുള്ളൂ. ചില ഐലൻഡിലൊക്കെ ഒരു വീടൊക്കെ ഉണ്ടോ ഉള്ളത്, ചില വീടുകൾ ഒഴിഞ്ഞ് കിടക്കുകയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ളവരാണ് കേട്ടോ. അവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ ബാക്ക് വാട്ടേഴ്സൊക്കെ കാണുന്നത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് അവർ ചോദിച്ച് ഞങ്ങളെ കൊണ്ട് റെഡിയാക്കിയതാണ് ഈ ബാക്ക് വാട്ടറിൽ കൂടെയുള്ള റൈഡ്. അവർക്ക് നിർബന്ധമായിരുന്നു, ഇങ്ങനത്തെ ഒരു ബോട്ട് തന്നെ അവർക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ട് അറേഞ്ച് ചെയ്തത്. നമ്മൾ ആ റിസോർട്ടിലേക്ക് പോണതിന് മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചേട്ടാ. ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചേക്കുന്നത് നമ്മളൊരു ഫ്ലോട്ടിംഗ് ഐലൻഡിലാണ്. ഫ്ലോട്ടിംഗ് ഐലൻഡ് മീൻസ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണത്. അവിടെ പല രീതിയിലുള്ള ഫിഷ് ഫുഡ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണേ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. പാലത്തിൻ്റെ കണക്ടിവിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അതിൻ്റെ ഇടയിൽ ജോയിൽ ഇവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ മാറിക്കളഞ്ഞ്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ബോട്ടിലിരുന്ന് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് പേർക്കൊക്കെ മടുത്ത് തുടങ്ങി. അതിൻ്റെ ഇടയിൽ വലിയ ബോട്ടുകളൊക്കെ കാണാം. ഇതിൻ്റെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇതൊരു കെട്ടിൻ്റെ മേലെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ളൊരു സംവിധാനമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറണതാണ്. ഇതെല്ലാം ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. താഴെയൊക്കെ ഫൈബറിൻ്റെ ഒരു കോട്ടിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ ഇത് നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. കടമക്കുട്ടിയിലെ ബാക്ക് വാട്ടേഴ്സ് എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇത് ശരിക്കും ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഫുഡിന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നേരം ഞങ്ങൾ പോസ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഈ ഫ്രണ്ടിൽ കാണുന്നത് NH ആയിരുന്നു. ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ.
ഞങ്ങളങ്ങനെ കാളാഞ്ചിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. 2 വലിയ കാളാഞ്ചി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനാണ് ഈ ടൈം എടുക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വന്നായിരുന്നു. പക്ഷേ ഈ കാളാഞ്ചി മാത്രം വന്നിട്ടില്ല. കാളാഞ്ചി വലിയ കാളാഞ്ചിയാണ്, 2 കിലോൻ്റെയൊക്കെ കാളാഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഞങ്ങൾ അവിടെ അടിയിൽ ചെന്ന് പിന്നെയും ചോദിച്ചു, ഇപ്പോൾ റെഡി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും വെയിറ്റ് ചെയ്തു. ഈ കാണുന്നത് ചീനവലക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് മീൻ കൂടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കാളാഞ്ചി എത്തി. ഒരെണ്ണം എത്തി, പിന്നെ അതിൻ്റെ പുറകെ രണ്ടാമത്തെ കാളാഞ്ചി എത്തി. അങ്ങനെ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പോകാനായിട്ട് പോണേണ് കേട്ടോ. നമ്മളിനി പോണത് ഒരു ചെറിയൊരു ഐലൻഡിലേക്കാണ്. അവിടെ ഒരു ചെറിയ റിസോർട്ടും ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീഡിയോക്കൊക്കെ പോസ് ചെയ്തു. കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് വയറൊക്കെ അകത്തേക്ക് പിടിച്ച് കുറച്ച് നല്ല പിക്കുകളൊക്കെ എടുത്തിട്ടാ. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോണേ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അവിടെയാണ് നമ്മളിന്ന് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പോണത് കേട്ടോ. അവിടെ വേറെയും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കണ്ടൽക്കാടുകളാണ് കേട്ടോ. ഈ കണ്ടൽക്കാടുകൾ എന്ന് വെച്ചാൽ സോയിൽ ഇറോഷനൊക്കെ തടയും. അതുകൂടാതെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് എന്ന് പറയുന്നത് കായലിലെ മീനുകളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയുടെയൊക്കെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്കിത് വെട്ടിക്കളയാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ ഉണ്ട്. ഞണ്ടുകൾക്കും ഇതൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. ഇവിടെ അവർക്ക് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ചില ഭാഗത്തൊക്കെ മണൽ മാത്രമാണ്, വെള്ളം കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ ബോട്ടൊക്കെ അവിടെ കുടുങ്ങും. ഇതവർക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ഓടിച്ചുകൊണ്ടും പോകുന്നുണ്ട്. നമ്മളൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല പോകുന്നത്. സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു നാച്ചുറൽ ഫീൽ കിട്ടും കേട്ടോ. അത് ശരിക്കും നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ ബോട്ട് അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവർ കാണിച്ചു തന്നത്. അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രം താമസിക്കുന്ന ഒരു ഐലൻഡാണത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോട്ട് എടുപ്പിക്കാറായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ദ്വീപിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ആയിരിക്കുള്ളൂ ഇനി നമ്മൾ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് അടുപ്പിച്ച് സാധനങ്ങളൊക്കെ ഇറക്കി അവിടെ കൊണ്ടുപോയി വെച്ചോട്ടാ. ഇനി നമ്മുടെ ബോട്ട് തിരിച്ചു പോയി. ഇനി നമ്മുടെ ബോട്ട് വൈകുന്നേരം വരുള്ളൂ, രാത്രിയാവുമ്പോൾ. ഇവിടെ വേറൊരു ഫീലിലുള്ള റിസോർട്ടാണ് കേട്ടോ. പുനർജനി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ജോയിൽ കണ്ടപ്പോൾ തന്നെ ഒരെണ്ണത്തിൽ കയറിയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഓരോരോ സ്പോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ മാത്രമല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പിക്കും ഇതൊക്കെ എടുത്തിട്ടും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പരുന്തിനെ കാണാൻ വേണ്ടി പോയട്ടാ. ഇവിടെ ഒരു പരുന്തുണ്ട്. ഈ പരുന്ത് ഇയാളോട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്, നമ്മളുടെ അടുത്തേക്ക് വരില്ല. അങ്ങനെ ഇയാൾ നമുക്ക് വെച്ച് തന്നു കൈമ വെക്കുമ്പോൾ ഇതിന് കാലുമ നല്ല നെഗുണ്ട് കേട്ടോ. അതിൻ്റെ കൈയൊക്കെ പൊട്ടുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ പൊട്ടിയാർന്ന്. ഈ സാധനം കൊത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോയിലൊരു ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചിട്ടുണ്ട്. അവന് കുറേ പിക്കൊക്കെ എടുത്ത് കൊടുത്തട്ടാ. സംഭവം ഇവരിവിടെ വളർത്തണതാണ്. അങ്ങനെ എനിക്കവൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരുന്തിനെ കയറ്റിയിരുത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കരിക്കിലേക്ക് കടന്നു. അങ്ങനെ ആ ചേട്ടൻ കരിക്ക് വെട്ടിത്തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ കുറച്ച് അതിൻ്റെയും പിക്കുകളൊക്കെ എടുത്ത്. സൂര്യൻ അങ്ങോട്ട് താഴുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. കുറേ നേരം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കരിക്കൊക്കെ കുടിച്ച് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ടാണ്. എല്ലാവരും പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുജറാത്തി ഫ്രണ്ട്സിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ കരിക്കൊക്കെ വെട്ടിത്തന്ന് അത് ഞങ്ങൾ കഴിച്ച്. പിന്നെ ഞങ്ങൾ ഇനി പോണത് ഇവരുടെ തന്നെ ഒരു കെട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചൂണ്ടയിടാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചൂണ്ട മാത്രം മതിയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ചൂണ്ടയിടാൻ വലിയ ഇഷ്ടമില്ല. എന്നാലും ഇവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ടും ഞാനും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ ഇരയൊക്കെ കോർത്ത് ചൂണ്ടയിടാൻ തുടങ്ങി. ജോയിൽ കുറേ നേരമുണ്ട് അവിടെ ചൂണ്ട ഇട്ട് മീൻ തീറ്റ കൊടുക്കുന്നുണ്ട്. അവനല്ലെങ്കിലും ഒന്നും കിട്ടാറില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചൂണ്ടയിടാൻ തുടങ്ങി കേട്ടോ. ഞാൻ മാത്രം ചൂണ്ടയിടുന്നില്ല. പക്ഷെ ആർക്കും ഒന്നും കിട്ടുന്നുമില്ല. ഇത് ഇവരുടെ തന്നെ കെട്ടാണ് കേട്ടോ. ചെമ്മീനൊക്കെ ഉണ്ട് കുറേ. അതുകൊണ്ട് ചെമ്മീനൊക്കെ ചാടുന്നതുണ്ടായിരുന്നു. ഈ വരുന്നവൻ ഞങ്ങൾക്ക് നേരത്തെ ബോട്ട് ഓടിച്ചവനാണ് കേട്ടോ. ജോയൽ അങ്ങനെ കുറേ മീൻ തീറ്റ കൊടുത്തു. അവസാനം ആ ചേട്ടന് മാത്രം ഒരു മീനെ കിട്ടി. ഈ മീൻ്റെ ഒരു പൂളാൻ എന്നാണ് കേട്ടോ. ചെറുതാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വിട്ടോളാൻ പറഞ്ഞതിലേക്ക്.
പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയി. അവിടെ നോക്കുമ്പോഴാണെങ്കിൽ കയാക്കിങ് നടക്കുന്നുണ്ട്. ഈ കറുത്ത ഡ്രസ്സ് ഇട്ട ആളാണ് കേട്ടോ കയാക്കിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ. ശരിക്കും ഞങ്ങളുടെ പാക്കേജിൽ കയാക്കിങ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പുള്ളിക്കാരനായിട്ട് കുറേ കമ്പനി അടിച്ച്, പുള്ളിക്കാരൻ നൈസ് വൈബായിരുന്നു. കുറേ പേരുണ്ട് ഇവിടെ കയാക്കിങ് ചെയ്യുന്നത്. ഇവരൊക്കെ പുറത്തുനിന്ന് വന്നവരാണെന്ന് തോന്നുന്നു, ഗ്യാങ്ങായിട്ട്. നമുക്ക് കയാക്കിങ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നിന്ന് നമുക്ക് നേരെ പോവാട്ടോ. 2 പേരുള്ളതും ഒറ്റക്കുള്ളതും ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ കമ്പനി അടിച്ചതിന് ശേഷം ഞങ്ങൾക്കും കയാക്കിങ് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ചാടിക്കയറി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ കയറി വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തുഴയാനൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കണത്. അങ്ങനെ ഞാൻ തുഴഞ്ഞ് ആ കായലിലേക്ക് കയറി കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും തുഴയാനായിട്ട് കൊടുത്തു പുള്ളി. പക്ഷേ ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് തുഴയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു മണൽത്തിട്ട വരുന്നുണ്ട്. ഇവന്മാർ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെയോ കോപ്രായമൊക്കെ കാണിപ്പിച്ച്. അങ്ങനെ ഒരുപാട് പേരായിട്ടോ, വേറെ കയാക്കിങ്ങിൻ്റെ ടീംസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വേറെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ പാട്ടിട്ട് തുടങ്ങി. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടോ. ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. അപ്പോൾ രാത്രി ആയിപ്പോയത്തിനും ഡാൻസൊക്കെ കളിച്ച് കുറച്ച് നേരം. പിന്നീട് അതും കഴിഞ്ഞ് കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അവർ, റോസ്റ്റ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് സൺസെറ്റും കണ്ട് ഇനി നമ്മളിപ്പോൾ പോകണേ കേട്ടോ തിരിച്ച്. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കയറിയിരുന്ന് പതിപോലെ തിരിച്ച് പോകണേണ്. ശരിക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ബാക്ക് വാട്ടേഴ്സിലൊക്കെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല സ്പോട്ടായിരിക്കും. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.